നമ്മുടെ സമീപകാലം നമ്മൾ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഞാൻ രക്ഷിതാവ് എന്നുള്ളവർക്ക് വിലയിരുത്തുമ്പോൾ മുമ്പില്ലാത്ത വിധം ഒരു ഭയം നമ്മളിൽ വന്നു തുടങ്ങി എന്നുള്ളൊരു സത്യമാണ്. എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ 2025 70ഓളം കൊലപാതകങ്ങൾ രജിസ്റ്റർ ചെയ്തു. 2025 ഈ 2 മാസത്തിനുള്ളിൽ 70ഓളം കൊലപാതകങ്ങൾ രജിസ്റ്റർ ചെയ്തു. അതിൽ 40ഓളം കൊലപാതകങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ടതാണ്, അഥവാ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അതിൽ ഷമീമ ടീച്ചർ പറഞ്ഞ പോലെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ, സ്വന്തം ജനനേന്ദ്രിയത്തിൽ ലഹരി കടത്തിയ പെൺകുട്ടികൾ, സ്വന്തം മക്കളെ ഉപയോഗിച്ച് വിൽപ്പന നടത്തുന്ന രക്ഷിതാക്കൾ, അതിൻ്റെ പേരിൽ കൊലപാതകം നടത്തുന്ന സ്വന്തം വീട്ടിൽ വളർത്തി വലുതാക്കിയ മക്കൾ എല്ലാം നമ്മൾ കാണുകയാണ്. മുമ്പ് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു സങ്കടമായിരുന്നു ഉണ്ടായിരുന്നത്. പടച്ചോനെ, കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണല്ലോ, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആകുകയാണല്ലോ. പക്ഷെ ഇന്ന് മാറി. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് ഭയം വരാൻ തുടങ്ങി. ഞാൻ റമദാൻ്റെ ഒരു കുറച്ച് മുമ്പ് ചില മഹല്ലുകളൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് അവിടുത്തെ ഉമ്മമാരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയും, മൗലവി നിങ്ങൾ കാര്യമായിട്ട് ദുആ ചെയ്യണം. അപ്പം എന്തിനാ ദുആ ചെയ്യണേ? അന്ന് അവർ രക്ഷിതാക്കൾ പറഞ്ഞ മറുപടി എന്തിനാ അറിയും? ഞങ്ങൾ വലുതാകുമ്പോൾ ഞങ്ങളെ മക്കളൊക്കെ ഞങ്ങളെ നോക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഉമ്മാർ വസിയത്ത് നൽകിയിരുന്നു, ഞങ്ങൾക്ക് പ്രായമാകുമ്പം ഞങ്ങളെ മക്കൾ ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാര്യമായിട്ട് ദുആ ചെയ്യണം. അതേ മഹല്ലിക്ക് റമദാൻ മാസത്തിൽ പോയപ്പോൾ അതേ ഉമ്മാർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പറഞ്ഞു, മൗലവി നിങ്ങൾ പ്രായമാകുമ്പോൾ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണ്ട, കൊല്ലാതെക്കാൻ വേണ്ടി കാര്യമായിട്ടൊന്ന് ദുആ ചെയ്തോളി. മാറി. 2 ആഴ്ച കൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് മാറി. ഞാൻ പറഞ്ഞ രക്ഷിതാക്കളുടെ കാഴ്ചപ്പാട് തന്നെ മാറി. ഞാൻ ഖുത്ബ പറയുന്ന മഹല്ലിൽ ഒരു 2-3 ആൾക്കാരൊക്കെ തല്ലാൻ നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളൊരു ആളുണ്ട്, 40-48 വയസ്സ്, നല്ല ആരോഗ്യമാണ്. അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, മൗലവി നിങ്ങൾ ഈ ബാപ്പമാരെ മക്കൾ കൊല്ലിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ഖുത്ബയിൽ പറയാനട്ടോ, എനിക്ക് പേടിയാകേണ്ടതാണ്. അല്ലെ ഞാൻ മൂപ്പരോട് വെച്ചു, നിങ്ങൾക്ക് എന്നെ പേടിയാണെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താണ്? അല്ല, മൂപ്പരൊരു 4 ആളെ തല്ലാനുള്ള കൽപ്പ് മൂപ്പർക്കുണ്ട്, മൂപ്പർക്ക് പേടിയാകുകയാണ്. സാഹചര്യവും സന്ദർഭങ്ങളൊക്കെ മാറി, നമ്മൾക്ക് ഭയമായി തുടങ്ങി. ഉമ്മമാരൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമൊക്കെ എന്ത് ചെയ്യുന്നറിയോ? അവസാനത്തെ പേരക്കുട്ടിൻ്റെയും കൂടി കല്യാണത്തിന് കൂടിയാടി മരിച്ചു പോയാൽ മതിയിരുന്നു. അവിടുന്നൊക്കെ രക്ഷിതാക്കൾ വരെ മാറി. അവനാൻ്റെ കുട്ടിൻ്റെ കല്യാണം വരെ മാനം കെടാതെ നടത്തി ദുനിയാവുന്നൊന്ന് പോയി കിട്ടിയാൽ മതിയിനി, പേരക്കുട്ടിമക്കൊന്ന് എത്തണ്ടെന്നുള്ളിടത്ത് നമ്മളെത്തി. സഹോദരങ്ങളെ, ഞാൻ വലിയ പർവ്വതീകരിച്ച് പറയല്ല. എന്താണ് പരിഹാരം? നമ്മളൊരു സമാപന സംസാരമാണല്ലോ, കുറച്ചേ ഞാൻ സംസാരിക്കണുള്ളൂ. എന്താണ് പരിഹാരം? നമ്മുടെ സമ്മേളനത്തിൻ്റെ രത്ന ചുരുക്കം, നമ്മുടെ മക്കൾ ഇതുപോലെ ആകാതെക്കാൻ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കാതിരിക്കാൻ, നമ്മൾക്ക് അഭിമാനത്തോടു കൂടി ഈ ദുനിയാവെന്ന് മരിച്ചു പോകാൻ എന്താ പരിഹാരം? ഞാൻ അള്ളാഹുവിന് അനുഗ്രഹമുണ്ട് ഹൈസ്കൂൾ അധ്യാപകനാണ്. 8, 9, 10 ക്ലാസ്സുകളിൽ മാത്രം 1500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ അധ്യാപകനാണ് ഞാൻ. എൻ്റെ അധ്യാപന ജീവിതത്തിലും പ്രാസ്ഥാനികമായ ജീവിതത്തിലും പ്രഭാഷണങ്ങളിലൂടെയും മനസ്സിലാക്കിയ ദീനെന്ന് മനസ്സിലാക്കിയൊരു കാര്യം പറയാം. നമ്മളുടെ കുടുംബത്തിൽ ഇതുണ്ടാകാതെക്കാൻ ഒന്നാമത്തെ 2 പരിഹാരങ്ങളാണ് പറയണത്. ഒന്നാമത്തെ പരിഹാരം നമ്മുടെ മക്കൾക്ക് ദീൻ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത് ഒരു ക്ലാസ്സിന് വേണ്ടി പറയല്ല, അല്ലാത്തൊരു പരിഹാരങ്ങൾ പറഞ്ഞു തന്നോളി, ഞാൻ തിരുത്താം. നമ്മുടെ കുട്ടികളിലേക്ക് അള്ളാന്റെ ദീൻ എത്തിക്കുക എന്നതല്ലാത്ത ഒന്നാമത്തെ പരിഹാരമല്ല ഇല്ല. ചില രക്ഷിതാക്കളൊക്കെ എന്താ മനസ്സിലാക്കിയാറ്, കുട്ടികളൊക്കെ ഉമ്മച്ചാൽ മതി, ഉമ്മൊക്കെ വെച്ച് ടൂറുണ്ടായ കുട്ടികൾ ഇതൊന്നും ചെയ്യൂല. ഞാൻ അധ്യാപനാന്ന് പറഞ്ഞത്. സോ നിങ്ങൾ എൻ്റെ സ്കൂളിലൊക്കെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റും വാപ്പ ഒന്ന് ഇറങ്ങും, കുട്ടി ബാക്കിന്ന് ഇറങ്ങും, കുട്ടി വാപ്പാന് ഉമ്മ വെക്കും, ബാപ്പ കുട്ടിന് ഉമ്മ വെക്കും, സന്തോഷത്തിൽ പോകും. ആ ബാപ്പയെ ഉമ്മ വെച്ച അതേ കുട്ടിയാണ് ഇന്റർവെല്ലിന് ബാത്റൂമിന്റെ ബാക്കിൽ വേറെ ചങ്ങനെ പിടിച്ച് ഉമ്മ വെക്കണ്. ഉമ്മ അങ്ങനെ തുടരും. ഉമ്മാനും ബാപ്പാനും ഉമ്മ വെച്ച് എന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ളവരെ ഉമ്മക്കാതെ നോക്കൂല. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം. പക്ഷെ ആ കുട്ടിക്ക് ഞാൻ എൻ്റെ ഉമ്മയെ ഉപ്പയെ എൻ്റെ ചേട്ടനെ അനിയനെ സ്നേഹിക്കണ പോലെ, അവരോട് ബന്ധപ്പെടുന്നത് പോലെ മറ്റൊരാളോട് എനിക്ക് അതുപോലൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. വഹരിമ ദാലിക അലൽ മുഅ്മിനീൻ എന്ന് ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് അവർ
വാപ്പാനി ഇമ്മാനി സ്നേഹിക്കുന്നതോടൊപ്പം ബാക്കിയുള്ളവരോട് തോന്നിയാസത്തേക്ക് പോകാതെക്ക. ആ ആയത്തും ആ ചിന്തയും ദീനാണ്. ഇതാണ് പ്രധാനം. ദീനുണ്ടെങ്കിലേ മാറ്റം ഉണ്ടാകുള്ളൂ, ബാക്കി ഒന്നുകൊണ്ടും മാറ്റം ഉണ്ടാവില്ല. ചില ആളുകൾ ഇപ്പം പുതിയ മോട്ടിവേഷൻ സ്പീക്കർമാരൊക്കെ പറഞ്ഞാണ് കുട്ടികളെ കലാകായിക മേഖലയിലേക്ക് കൊണ്ടുപോയാൽ അവർ ലഹരി ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ചിരിയാ വരിക. ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആരെ പറ്റിയിട്ടാണ്? കേരളത്തിൽ അറിയപ്പെടുന്ന നടീനടന്മാർ ലഹരി ഉപയോഗിച്ചതിനെ കുറിച്ചുള്ള കേസിലാണ്. നമ്മൾ പെൺകുട്ടികളും കൂടി ഉണ്ടല്ലോ. നിങ്ങൾ ChatGPTയുടെ AI കാലഘട്ടത്താണല്ലോ. നെറ്റ് പോയിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ലഹരിയും അധാർമികതയും നടക്കുന്ന മേഖലകൾ, വ്യക്തികളോ രാജ്യങ്ങളോ അല്ല, മേഖലകൾ ടൈപ്പ് ചെയ്ത് നോക്കൊണ്ടിരിക്കും. 1 കല, 2 കായികം, 3 ഫാഷൻ, ബാക്കി ഞാൻ എണ്ണണില്ല. ഇതിലേക്കാണ് നമ്മളെ സ്കൂളിലൊക്കെ വിളിച്ചു കൂട്ടേണ്ട ആൾക്കാരോട്, കുട്ടികളുടെ പറയണം, നിങ്ങൾ കുട്ടികളെ കലാമേഖലയ്ക്ക് പറഞ്ഞയച്ചാൽ മതി, ഓല് തോന്നിയാസ് മാറിക്കും. കായിക മേഖലയ്ക്ക് നമ്മൾ അവിടെ നിന്നൊക്കെ ഒരു കുട്ടി രക്ഷപ്പെടും. അടിസ്ഥാനപരമായി അവിടെ ഹൃദയത്തിൽ പടച്ചോനെ പറ്റിയുള്ള വിശ്വാസവും ദീനുണ്ടെങ്കിൽ മാത്രം. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പണ്ഡിതനുണ്ട്. ഏറ്റവും എൻ്റെ രക്തബന്ധമാണ്, കുടുംബ ബന്ധമാണ്. അദ്ദേഹം പറഞ്ഞൊരു അനുഭവമാണ്, എൻ്റെ അനുഭവമല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. അപ്പം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പം പുതിയ ഐഫോൺ 1,50,000 60,000 റുപ്യയുടെ iPhone 60 Pro Max അങ്ങനത്തെ പുതിയ ഫോണോ ഇട്ടാണ് എന്ത് ചെയ്ത് നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഈ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ആൾക്കാർ, ആണുങ്ങളെ, ഞങ്ങൾ ഗൾഫിൽ നിന്നാണ് വന്നത് എന്ന് അറിയിക്കാൻ വേണ്ടി ചില സംഗതിയൊക്കെ ചെയ്യും. ആണുങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഒക്കെ അങ്ങാടിയിലൊക്കെ പോയിട്ട് ഫ്രൂട്ട്സ് കടയിൽ പോയാണ്ട് ആപ്പിൾ ഓറഞ്ചൊക്കെ മുശക്കലാക്കി എടുക്കും എന്നൊക്കെ പറയും. ഒരു സഞ്ചിയിലിട്ട് തരും പറഞ്ഞാൽ മതി. പക്ഷേ അങ്ങനെ അറബി അറിയുമ്പോഴേ അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പെണ്ണുങ്ങളോട് എന്നാണ്ട് കട്ടൻ ചായക്ക് സുറ സുറ എന്നൊക്കെ പറയും. പെണ്ണുങ്ങൾ സൂറ എന്ന് കേൾക്കുമെങ്കിൽ ഓൽക്കൊരു സമാധാനമാണ്. ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഗൾഫിൽ നിന്ന് UAE എന്നൊക്കെ വരികയാണ്, 10-35 കൊല്ലമായി വർക്ക് ചെയ്ത മാതിരിയൊക്കെ വർത്താനം പറയുന്ന ഒരു രസമാണ്. അദ്ദേഹം ഒരു 1.5 ലക്ഷം റുപ്യേൻ്റെ ഫോണായിട്ട് വന്നു. വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിന്. ആ ഫംഗ്ഷനിൽ ഫുള്ള് വീഡിയോയും ക്യാമറയൊക്കെ അതിലെടുത്താണ്ട് ഫോൺ ഇങ്ങനെ അദ്ദേഹം വെച്ചു. എന്നിട്ട് എന്തിനോ പോയതാണ്. ആ ഫോണിൻ്റെ തൊട്ടടുത്തുനിന്ന് ഉമ്മ ഒരു പത്രോ അങ്ങനെ എന്തോന്ന് വലിച്ചപ്പോൾ ഈ ഫോൺ നേരെ ഡിസ്പ്ലേ താഴത്തേക്കായിട്ട് ഒരൊറ്റ വീഴ്ച. അദ്ദേഹം വന്നിട്ട്, മോൻ വന്നിട്ട് ആ ഫോൺ ഇങ്ങനെ എടുത്തുകൊണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ മൊത്തം ചിലന്തി വല പോലെ പൊട്ടിക്കണ്. അപ്പം നെഞ്ച് കാളും. കാരണം ഗൾഫിൽ നിന്ന് വന്നിട്ട് 3-ാമത്തെ ദിവസം 1.5 ലക്ഷം റുപ്യേൻ്റെ ഒരു ഫോണ് താഴെ വീണ് പൊട്ടിഞ്ഞ പറ്റൂല. ഇനി ഡിസ്പ്ലേ തന്നെ മാറ്റിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അറിയില്ല. സ്പോട്ടിൽ ഉമ്മ വന്നിട്ട് ചോദിച്ചു, എന്താണ് നീ പറ്റിയത് എന്ന് ചോദിച്ചു. അതിന് മോൻ പറഞ്ഞ വാചകം എന്താ അറിയോ? ഉമ്മച്ചിയെ 2 ഫോണുണ്ട്, ഇനി നല്ല ഫോൺ ഞാൻ ഗൾഫിൽ വെച്ച് പോന്നൊക്കെയാണ്, 2ാമത്തെ ആകാത്ത ഫോണ്, ഇനി അത് ഞാൻ വലിച്ചെറിയണമെന്ന് വിചാരിച്ച് നിൽക്കേനി. പക്ഷെ എങ്ങനെ എറിയെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങളെ കയ്യെട്ടി താഴത്ത് വീണ് പാക പൊട്ടിക്കണം. അൽഹംദുലില്ലാ, ഇനി സുഖമായിട്ട് വലിച്ചെറിയാലോ, സുഖമായി റാഹത്തായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പണ്ഡിതനായ സുഹൃത്തിനെ, കുടുംബക്കാരനെ മാറി നിന്ന് അണച്ചു ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹം കരഞ്ഞു. എന്നോട് പറഞ്ഞല്ലോ, മൗലവി, ഞാൻ 1 കൊല്ലത്തോളം ഗൾഫ് നാട്ടിൽ മരുഭൂമിയിൽ പണിയെടുത്ത് ആ പൈസയിൽ നിന്ന് കുറച്ചെടുത്ത് വാങ്ങിയ ഫോണാണിത്. 1 കൊല്ലം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഫോണാണ്. ആ ഫോണാണ് 3-ാമത്തെ ദിവസം ഉമ്മാൻ്റെ കൈയെട്ടി താഴത്തേക്ക് വീണ് പൊട്ടി. ഉമ്മ വന്നിട്ട് എന്താ എന്നെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാനെങ്ങാനും എന്താ അമ്മച്ചി ഞങ്ങൾ കാട്ടിയത്, ഗൾഫിൽ നിന്ന് ഒരു സാധനം കൊണ്ട് 1.5 ലക്ഷത്തിൻ്റെ മുതലല്ല നിങ്ങൾ വെറുതെ അന്തം വിട്ടാണ്ട് തട്ടിപ്പൊട്ടിച്ചതെന്നെങ്ങാനും ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ ആ ചോദ്യം അമ്മ മറക്കുകയും കുറച്ച് കാലം കഴിഞ്ഞാൽ. പക്ഷെ ഉമ്മാൻ്റെ മനസ്സിലെ സങ്കടം ഉണ്ടല്ലോ, പടച്ചോൻ എൻ്റെ കുട്ടി കുറേ കാലം ഗൾഫിൽ ചൂട് കൊണ്ട് വെയിലത്ത് ദാമ്പത്യം പോലും ഉപേക്ഷിച്ച് എൻ്റെ കുട്ടി നുള്ളിപ്പൊറുക്കി ഉണ്ടാക്കി വെച്ച പൈസ കൊണ്ട് വാങ്ങിയൊരു ഫോണ് എൻ്റെ കൈകൊണ്ട് പൊട്ടിയാലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടല്ലോ. ആ സങ്കടം മരിക്കും വരെ എൻ്റെ അമ്മാൻ്റെ മനസ്സൊന്നും മാറൂല. എന്തിനമ്മാനെ സങ്കടപ്പെടുത്തണ്? ഞമ്മക്കൊരു കൊല്ലം കൂടി അധ്വാനിച്ചാൽ വേറെ ഫോൺ വാങ്ങാലോ. ഞാൻ ഇവിടെ ഇരിക്കണം മാടിവെക്കാണ്. ആ പറഞ്ഞ മകൻ ആ വീട്ടുകാർക്ക് സന്തോഷം നൽകുന്ന മോനാണ്, അല്ലേ? നിങ്ങൾ ആരെങ്കിലും ചോദിക്കോ ഓൻ എത്ര ഡിഗ്രി ഉണ്ട്, ഓനെ കാണാൻ വെളുപ്പുണ്ടോ, ഓന് പൂച്ചക്കണ്ണാണോ, 6 പാക്ക് ആണോ, മുടി നീട്ടി വളർത്തിക്കണോ ചോദിക്കോ? ഇല്ല. എന്തേ കാരണം അറിയോ? അതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ ആ കുടുംബത്തിന്റെ സന്തോഷമാണ്. എന്തുകൊണ്ടറിയോ? അവന്റെ മനസ്സിലൊറ്റ ചിന്ത ഉണ്ട്, എൻ്റെ വാചകം കൊണ്ട് പോലും എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും സങ്കടം വരാൻ പാടില്ല. അതാണ് റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ. ഉമ്മാന്റെയും ബാപ്പാന്റെയും തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തി. ബാപ്പാക്കും ഉമ്മാക്കും സങ്കടപ്പെടുന്ന ഒരു വാക്ക് പറയാൻ പാടില്ല. അതാണ് ദീൻ.
ആ ദീൻ ആ കുട്ടിക്ക് ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ സന്തോഷം ഉണ്ടാവും. ആ ദീനാണ് നമ്മുടെ കുട്ടിയാൾക്ക് വരണ്ടേ. ഹൈസ്കൂളിൽ പഠിക്കണ, കോളേജിൽ പഠിക്കണ നമ്മുടെ കുട്ടിക്ക് വരേണ്ട ഈ ദീനാണ്. അതിനാണ് നമ്മൾ പള്ളിക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നത്, ക്യാമ്പിന് കൊണ്ടുവരണമെന്ന് പറയുന്നത്, പാലൈവ് MSM ക്യാമ്പ് കൊണ്ടുവരണമെന്ന് പറയുന്നത് ഈ ദീന് കിട്ടാനാണ്. ഒന്നുകൂടി പറയാം. ഞാൻ ഖുത്ബ പറയുന്ന മഹലിൽ ഒരു 60-70 വയസ്സിൻ്റെ ഇടയ്ക്ക് പ്രായമുള്ളൊരു ഉപ്പ വന്നിട്ട് പറഞ്ഞു, മൗലവി എനിക്ക് നിങ്ങളോട് സംശയം ചോദിക്കാണ്ട്. അപ്പോൾ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പോട്ടെ എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ചയാണ്. എല്ലാവരും പോയിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എനിക്ക് 3 മക്കളാണ്. മൂത്തവൻ ഗൾഫിലാണ്, അവൻ്റെ ഭാര്യയും കുട്ടികളും ഞങ്ങളെ കൂടെ ഉണ്ട്. രണ്ടാമത്തെ പെൺകുട്ടിയാണ്, അവളെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തവന് 30 വയസ്സാണ്, ആൺകുട്ടിയാണ്. 25ാമത്തെ വയസ്സിൽ അവൻ വലി തുടങ്ങി. പിന്നെ ഹാൻസും പാൻപരാഗും ചെറിയ ചെറിയ പൊടികളും സ്റ്റിക്കറും ഒക്കെ വന്നു. ഇപ്പം അവൻ MDMA ഉപയോഗിക്കുന്നു, സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നു. വീട്ടിലൊരു സാധനം വെക്കാൻ വയ്യ, എല്ലാം എടുത്തു കൊണ്ടുപോവുകയാണ്, വിൽക്കുകയാണ്. അവൻ്റെ ജേട്ടൻ്റെ ഭാര്യയുടെ കുറച്ച് ആഭരണ അലമാരുണ്ട്. രാത്രി 2 മണിക്ക് ടക് 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 എന്ന് പറഞ്ഞ ശബ്ദം കേട്ടിട്ട് ഞാനും എൻ്റെ അമ്മയും ഞാനും എൻ്റെ ഭാര്യയും ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അലമാര അവൻ കുത്തി തുറക്കണ്. ഞങ്ങളവനെ പിടിച്ചു. ഒറ്റ തള്ളിടലും ഉമ്മ താഴത്തേക്ക് വീണു. തലയടിച്ചു വീണ ഉമ്മയെ അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഉമ്മ അവിടുന്ന് കരയാണ്, ഓൻ തിരിഞ്ഞു നോക്കിയില്ല. ബാക്കി അവൻ തുടർന്നു. ജേട്ടൻ്റെ പെൺകുട്ടിയുണ്ട്, ചെറിയ കുട്ടി. ആ കുട്ടിയുടെ കഴുത്തുള്ള മാല അവന് പൈസക്ക് വേണ്ടിയിട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ പിടിച്ചു. മാല പൊട്ടിയില്ല, പക്ഷേ കഴുത്തിൽ വലിച്ചതിൻ്റെ ചോര കിനിഞ്ഞ പാടിപ്പോൾ ഉണ്ട് മൗലവി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തോ ഒരു സംശയം ഉണ്ടെന്നല്ലേ ചോദിച്ച്. എന്താ സംശയം? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയും? മൗലവി, ഇസ്ലാമിൽ വകുപ്പുണ്ടോ? ഞാൻ ചോദിച്ചു, എന്തിന്? എൻ്റെ ആ മകനെ കൊന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ സറണ്ടറായി കുറ്റമേറ്റെടുത്ത് ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വരാൻ അള്ളാഹു ദീർഘായുസ് നൽകുകയാണെങ്കിൽ ഒരു ഹജ്ജ് ചെയ്താൽ ഇത് അള്ളാഹു പുറത്തു തരാൻ ഇസ്ലാമിൽ വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വാപ്പ അങ്ങനെ ചോദിക്കണേ കേൾക്കണേ. ഞാൻ ശരിക്കും സ്തബ്ധനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മൗലവി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അന്തല്ലാതൊരു കാര്യം വികാരപരമായിട്ട് ചോദിക്കാണ്, ഞാൻ പൊട്ടനായിട്ട് വെറുതെ ഒരു ദേശത്തിന് ചോദിക്കാണ്? അങ്ങനെ ചോദിക്കൂല മൗലവി. ഞാൻ ഒരു ബാപ്പ മകനെ കൊല്ലണ കേസ് വികാരപരമായി ചോദിക്കൂല. 5 കൊല്ലമായിട്ട് എൻ്റെ വീട്ടിലെ 8 ആൾ ഉറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വാക്കാണ്, 8 ആൾ ഉറങ്ങിയിട്ടില്ല. അവൻ വരുന്നത് പേടി, ബാത്റൂമിൽ കയറുന്ന പേടി, ബാത്റൂം തുറന്നിട്ടാ പേടി, അടുക്കളൻ്റെ ഉള്ളിൽ കയറിയ പേടി, റൂമിൽ കയറിയ പേടി, റൂം തുറന്നാ പേടി, കുട്ടികളുടെ അടുത്തേക്ക് പോയ പേടി, ഇമ്മാൻ്റെ അടുത്തേക്ക് പോയ പേടിയോട് പേടി. ഞാൻ 2 കൊല്ലമായിട്ട് ആലോചിക്കേണ്ട എന്താ പരിഹാരം. ആ പരിഹാരം ഞാൻ ചോദിക്കാണ്. കൊന്നിട്ട് ശിക്ഷ ഏറ്റുവാങ്ങി ദീർഘായുസ് ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്താൽ ഇത് പൊരുത്തപ്പെട്ടു തരുമോ? ഞാൻ പഠിക്കണം. ഉമ്മാടെ തന്നെ ചോദിക്കണേ. വനിതാ സമ്മേളനമുണ്ട്. ഉമ്മാരെ, ആ കുട്ടി അവൻ കേരളത്തിൽ അറിയപ്പെടുന്ന റാങ്ക് ഹോൾഡർ ആണെങ്കിലും അവനെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും അവന് എല്ലാവരും നല്ല ശമ്പള ജോലി ഉണ്ടെങ്കിലും എന്ത് കാര്യമുള്ളത്? അവൻ ആ വീട്ടിലെ സങ്കടമാണ്. ഒരാളെ സങ്കടമാണോ? ആ നാടിനും കുടുംബത്തിനും വളർത്തി വലുതാക്കിയ വാപ്പാക്കും ഉമ്മാക്കും സങ്കടമാണ്. എന്തേ കാരണം? ഹൈറ്റും വെയിറ്റും ഉണ്ട്, ജോലിയുണ്ട്, പക്ഷെ ഉമ്മാന്റെയും ബാപ്പാന്റെയും കണ്ണുനീരിലാണ് പടച്ചോന്റെ ദുഃഖവും സങ്കടവും കണ്ണുനീർ എന്ന ദീനില്ല. ഞാൻ ഒറ്റ വാചക പറഞ്ഞത്, നമ്മുടെ മക്കൾ നന്നാണോ? വാപ്പാരന്മാരെ ടൂറുണ്ടോക ഭാഗമാണ്, ചെറിയ ഭാഗം ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഭക്ഷണം കൊടുക്കും, ഇതൊന്നും ബേസിക് അല്ല. ബേസിക് എന്താ അറിയോ? ദീനിയായ കുട്ടിയെ ടൂർ കൊണ്ടുപോവുക, ദീന് കൊടുക്കുന്നതോടൊപ്പം ഉമ്മ വെക്കുക, ദീന് കൊടുക്കുന്നതോടൊപ്പം അവർക്ക് ബ്രോസ്റ്റ് വാങ്ങിക്കൊടുക്കുക, ദീന് കൊടുക്കുന്നതോടൊപ്പം ഡ്രസ്സ് മാറ്റുക, ദീന് കൊടുക്കുന്നതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നൽകുക. ദീൻ ഒഴിവാക്കിയോ ആ കുട്ടിയിൽ അടിസ്ഥാനപരമായി ഒരിക്കൽ പോലും നമ്മൾ അനുസരിക്കാനോ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാനോ നമ്മളെ സ്നേഹിക്കാനോ അവർക്ക് കഴിഞ്ഞോളണമെന്നില്ല. ഇത് നമ്മളെങ്കിലും തിരിച്ചറിയണം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞ അക്രിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളെ മക്കളെ സ്നേഹിക്കിൻ, ആദരിക്കിൻ, ബഹുമാനിക്കിൻ. അവർക്ക് ചെയ്യേണ്ട എല്ലാ നന്മകളും ചെയ്തു കൊടുക്കും, പഠിപ്പിക്കും, കല്യാണം ഉണ്ടാക്കിൻ, ഒക്കെ ചെയ്യും. പക്ഷെ വഹ്സിനു അദബഹും, അള്ളാന്റെ ദീനും സ്വർഗത്തിന്റെ വഴിയും അവർക്ക് വാപ്പാരെമാരെ പഠിപ്പിച്ചു കൊടുക്കിൻ. വെക്കേഷനാണ്, 1 മാസം കൂടി ഉണ്ട്. മദ്രസീന്ന് പഠിച്ച പ്രാർത്ഥനകൾ ഒന്ന് ചൊല്ലിപ്പിച്ചു നോക്കിൻ. അവനാന് സമ്മാനം കൊടുത്തിട്ടെങ്കിലും മയ്യത്ത് നിസ്കാരം ഒന്ന് ചൊല്ലിപ്പിച്ചു നോക്കിൻ, സമ്മാനം കൊടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി നോക്കിൻ. ഇത് ചെയ്യാനാണ് അള്ളാഹു നമുക്ക് ഒഴിവ് സമയം തന്ന് മക്കളെ ദീനിലേക്ക് കൊണ്ടുവരും. ഞാൻ ഒരു ഭാഗം കൂടി പറഞ്ഞ് 2ാമത്തെ ഭാഗത്തെ പ്രവേശിക്കാട്ടോ. കോഴിക്കോട് ജില്ലയിൽ
ഒരു കല്യാണത്തിന് ക്ഷണിച്ചു, നിക്കാഹിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 മണിക്ക് തിരൂര് പ്രോഗ്രാം ഉണ്ട്, കഴിയില്ല. അപ്പോൾ അവിടുന്ന് വിളിച്ച ആള് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, വാട്സപ്പിൽ, മൗലവി 11 മണിക്ക് നിക്കാഹ് തുടങ്ങും, 11:25 നിക്കാഹ് കുത്തുബ കഴിയും, 11:35 നിങ്ങൾക്ക് ചോറുന്ന, 11:45 നിങ്ങൾക്ക് ചോറുന്ന് പോക, 12:45 നിങ്ങൾക്ക് തിരൂരെത്താം. എന്നാൽ തന്നെ 1 മണിക്കൂർ ഏറെ കാരം തെർത്തീബാക്കി ഇങ്ങനെ വിടുന്നുണ്ട്. തെർത്തീബാക്കി ഇങ്ങനെ വിടുക. എനിക്ക് ഉറപ്പാണ് മിക്കവാറും സ്കൂൾ മാസയിക്കാരം. ഞാൻ മാസമായതുകൊണ്ട് പറയാം, മാഷന്മാരെ ഈ ഓർഡറാക്കി പറ്റിച്ചുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയൊരു പേടിയൊക്കെ ബേജാറുണ്ട്. മാഷന്മാരെക്കാരം ഓർഡറാക്കി വണ്ടിയെ കയറ്റുക. അപ്പോൾ ഞാനവിടെ ചെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 10:50 ചെന്നു. 11 മണിക്കാണ് നിക്കാഹ് തുടങ്ങാന്ന് പറഞ്ഞു. 11 മണിക്ക് 10:50 എത്തി. ഓഡിറ്റോറിയം വലിയ ഇതിൻ്റെ ഒരു ഇരട്ടി ഉണ്ടാവും. എത്തി 11 മണിക്ക് തുടങ്ങുന്ന പറഞ്ഞാൽ 11 മണിക്ക് മൈക്കന്നല്ല. ഇങ്ങോട്ട് ഇന്നോടൊന്നാണ്ട്, നിങ്ങൾക്ക് സ്പീച്ച് സ്റ്റാൻഡ് വേണോ അതോ കോഡ്ലെസ് മൈക്കോ? ഞാൻ പറഞ്ഞു ഏതെങ്കിലുമൊക്കെ ഒന്ന് മതി. ഇത് 11 മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞതാണ്. 11 മണിയായി, തുടങ്ങിയില്ല. 11:30 തുടങ്ങിയില്ല. 12 മണി പുതിയാപ്പിളും ടീം എത്തിയില്ല. 12:20 പുതിയാപ്പിളും ടീം എത്തി. കാസർഗോഡ് നിന്നാണ്, നമ്മളെ വെളുത്തിട്ട് പാർന്ന ടീമില്ലേ, അപ്പം കാസർഗോഡാണ്. ഒരു വന്ന് ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിൽ നിന്നു. 12:20 അവർ വന്നിട്ട് ഉള്ളിലേക്ക് കയറുന്നില്ല. ആൾക്കാർ 11 മണി വരെ 12 ഭക്ഷണം കഴിക്കാൻ പൊരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം എന്തേന്ന് ചോദിച്ചപ്പം അവിടുന്ന് അവൻ്റെ വരൻ പറയാണ്, എൻ്റെ 2 ചങ്ങായിമാരും കൂടി ഉണ്ട്, ഓലെ കാത്തിക്കാണ്. ഞാൻ സത്യത്തിൽ ഞാൻ പറയട്ടോ, ഞാൻ അവിടെ ഉള്ള എൻ്റെ ഒപ്പമുള്ള ആൾക്കാരോട് പറഞ്ഞു, എൻ്റെ നാട്ടിലാണ് ഇവൻ്റെ അവസാനത്തെ കല്യാണീകാരം. 11 മണി മുതൽ 12:20 വരെ ആ നാട്ടിലത്തെ മുഴുവൻ മനുഷ്യന്മാരും കാത്തിരിപ്പിച്ചാണ്ട് ഇങ്ങോട്ട് ലാസ്റ്റ് ഓൻ്റെ ഏതോ 2 ചങ്ങായിമാരെ കാത്തിക്കാണ്. ഞാൻ പറഞ്ഞു വരും, പെട്ടെന്ന് വരും, ഇത് ചെയ്യണം, നിർവഹിച്ച് വേറെ വഴിക്ക് മനുഷ്യന്മാർക്ക് പോകണം. വന്നു. 12:35 തുടങ്ങുകയാണ്, നിക്കാഹ് തുടങ്ങുകയാണ്. ഞാൻ തുടങ്ങി, പെട്ടെന്ന് തീർക്കാൻ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി എന്ന് പറഞ്ഞപ്പോൾ സ്റ്റേജ് വന്ന് ഒരാളിൻ്റെ ഷർട്ടിൻ്റെ ബാക്കിൽ ഞാൻ തോണ്ടിട്ട് വെച്ചു. ഞാൻ നിക്കാഹ് തുടങ്ങാം കേട്ടോ, നിങ്ങൾ മുജാഹിദ് മൗലവിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. അല്ല, അയാൾ തിരിഞ്ഞു നിന്നാണ്ട്, അപ്പം ഞങ്ങൾ ഒപ്പിടാൻ പോണ ബുക്ക് മുജാഹിദും പള്ളിക്കത്തെ രജിസ്റ്ററാണോ ചോദിച്ചു. പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞു അതേ പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ടേ, ഇന്നവിടെ നിക്കാഹ് നടക്കൂലട്ടോ. ആകെ വച്ചിയും വിളിയും. ഇതിൻ്റെ ഇരട്ടിയുള്ള സദസ്സിൽ 2 കുടുംബവും തമ്മിൽ ഉന്തും തള്ളും. ഞാൻ ഒരു 4-5 മിനിറ്റൊക്കെ നോക്കി. ലാസ്റ്റ് ഞാൻ ഇന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ചങ്ങായിമാരെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുടുംബക്കാരേക്കാരം തള്ളേ, അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കേ, കൊല്ലേ, കുഴിച്ചിടേ, ജാറം മൂടെ, എന്തെങ്കിലും ചെയ്തോളി. ഇതിലൊന്നും പെടാത്ത ആളാണ് ഞാൻ. നിലമ്പൂരിൽ നിന്ന് വണ്ടി കയറ്റിയാണ്ട് കോഴിക്കോട് വരെ കൊണ്ടുവന്നാണ്ട് 11:45 വിടാന്ന് പറഞ്ഞിട്ട് 12:45 തുടങ്ങിയിട്ടില്ല. ഇതൊന്ന് തീരുമാനമാക്കി തരും. ഓലിങ്ങനെ കൂടിയാണ്ട് പറഞ്ഞു, ആയിക്കോട്ടെ എന്നാ മൗലവി ഞങ്ങൾ കൂടി തീരുമാനിച്ചിരിക്കണ്, നിങ്ങളൊരു 3 മിനിറ്റ് കൊണ്ട് നിക്കാഹ് ഖുത്ബ നടത്തി പിരിച്ചോളൂ. ഞാൻ പറഞ്ഞു ഭയങ്കര സമാധാനം, കാരണം നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട് വരെ വന്നാലേ 3 മിനിറ്റെങ്കിലും കിട്ടിയാലോ. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് അറബിയിൽ ഞാൻ നിക്കാഹ് ഖുത്ബ പറയാൻ തുടങ്ങുകയാണ്. പക്ഷെ അറബിയിലോ 3 മിനിറ്റല്ലേ ഉള്ളൂ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനു 1 മിനിറ്റ്, വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 1 മിനിറ്റ്. പിന്നെ മലയാളം പറയാൻ നേരം വേണ്ടേ, അറബി എന്നല്ലേ പറയാനുള്ളൂ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. തുടങ്ങി. ഞാൻ 2 മിനിറ്റോട് പറഞ്ഞു, ഞാൻ പോയി. ഇതേപോലെ നടന്നു പോവുകയാണ്. നിക്കാഹിന് അവരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പോയപ്പം ആ കുട്ടിയുടെ, പെൺകുട്ടിയുടെ ഉപ്പ എൻ്റെ കൂടെ ഇങ്ങനെ വന്നു. എനിക്ക് ആ നടന്ന സദസ്സിലെ തോന്നിവാസങ്ങളൊക്കെ വിഷമുണ്ടാക്കിയെങ്കിലും എനിക്ക് അത്ര വലിയ പ്രയാസം ഉണ്ടാക്കിയില്ല. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിന് അലട്ടിയിരുന്നൊരു ചോദ്യമുണ്ട്. അവിടെ ഈ കച്ചറ നടക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കുത്തി 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 ആഴ്ന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാനങ്ങനെ നടന്നു പോയപ്പോൾ ആ കുട്ടി, പെൺകുട്ടിൻ്റെ ഒപ്പം അങ്ങനെ എൻ്റെ ബാക്കിൽ ഇങ്ങനെ വന്നു. ഞാൻ വണ്ടി കാറെടുത്ത് ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഗ്ലാസ്സുമ തട്ടി എന്നോട് കൈ എന്നിട്ട് പറഞ്ഞു, മൗലവി നിങ്ങൾ പോവുകയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, മൗലവി നിങ്ങൾ എന്നെ ശപിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര അടങ്ങേറുള്ളൊരു വാക്കല്ലേ, നമ്മളെക്കാൾ മുതിർന്ന ഒരാൾ വന്നിട്ട് നിങ്ങളെന്നെ ശപിക്കുക. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ എന്താണ് ഈ പറയണത്? അല്ല മൗലവി, നിങ്ങളെ 11:45 പിരിച്ചുവിടാന്ന് പറഞ്ഞതാണ്. 12:45 ഇങ്ങോട്ട് ഈ സ്റ്റേജ് മൊത്തം തോന്നിയാസം ഒക്കെ നിങ്ങളെ മുന്നിൽ വെച്ച് ചെയ്യേണ്ടി വന്നു. ശേഷം അദ്ദേഹം പറഞ്ഞ വാചകം തരുമോ, അതെങ്ങനെ കയ്യിങ്ങോട്ട് ചുരുട്ടിയിട്ടേ, മൗലവി ആ സ്റ്റേജുമ്പോൾ നടന്ന തോന്നിയാസം തീർക്കാണ്ടല്ലോ. ഞാൻ ഒരൊറ്റ ആള് വിചാരിച്ച നടക്കും. ആഞ്ഞൊരു അടിയനടിച്ചാൽ ഒരു കുട്ടിക്ക് പോലും തടുക്കാനും കഴിയില്ല, ഒരാളോട് പോലും എന്നോട് ചോദിക്കൂല. എനിക്ക് ശരിക്കും തീരുമാനമാക്കാൻ കഴിയില്ല. അതിലെ ഉശിരും തൻ്റെ ഇടം എനിക്കുണ്ട്. പക്ഷേ കഴിയില്ലല്ല മൗലവി. അപ്പൊ എനിക്ക് എന്താ മനസ്സിലായില്ല. അങ്ങനെ അദ്ദേഹം തലങ്ങൾ താഴ്ത്തിയിട്ട് പറയണേ, കല്യാണം ചെയ്തു കൊടുത്തില്ലെങ്കിൽ തൂങ്ങിച്ചാകും നിന്റെ മകള് പറഞ്ഞതിൻ്റെ പേരിൽ മാനം കെട്ട് നടത്തുന്ന കല്യാണം മൗലവി. ഞാൻ എന്ത് കാട്ടാനാണ്?
നിങ്ങൾ എന്നെ ശപിക്കരുത് കേട്ടോ എന്നിട്ട് അദ്ദേഹം സലാം പറഞ്ഞു പോയി. അദ്ദേഹം ഇതേപോലെ സ്റ്റേജിലേക്ക് നടന്നു വരുന്നത് ഞാൻ അങ്ങനെ ഒരു നീല ജീൻസിൻ്റെ പാൻറ്റും ഒരു വൈറ്റ് ഹാഫ് കൈ ഷർട്ട് ഇട്ടിട്ട് ആ സാധു മനുഷ്യൻ നടന്നു പോണതിൻ്റെ മനസ്സിലിപ്പോഴുണ്ട്. ഭൂമി ഒന്ന് പിളർന്നിരുന്നെങ്കിൽ താഴേക്ക് ഇറങ്ങിപ്പോകാമായിരുന്നു എന്ന് ആ സാധു വിചാരിച്ചിട്ടുണ്ടാവും. എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്താ എൻ്റെ ചോദ്യം തന്നെ അറിയോ? ആ സ്റ്റേജ് അമ്മാരി എല്ലാ തോന്നിയാസും നടക്കുമ്പല്ലേ രണ്ട് കുടുംബത്തിലെ ആൾക്കാരും നാട്ടുകാരൊക്കെ വന്നിടാ കച്ചറ കൂടലിന് മാറ്റുമ്പോഴേ മുല്ലപ്പൂവും ജോഡി മേക്കപ്പ് ഇട്ടിട്ട് രണ്ടാമത്തെ വരിയിൽ ആ പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. എൻ്റെ ഭാഷ കടുകട്ടിയാണെങ്കിൽ ഞാൻ പറയാം, ഉളുപ്പില്ലാതെ ഇരിക്കുന്നുണ്ട്. ഉളുപ്പില്ലാതെ വാപ്പാനെ തള്ളുമ്പം ഉളുപ്പില്ലാതെ ഇരിക്കുന്നുണ്ട്. ഏട്ടന്റെ മേത്ത് കൈ വെക്കുമ്പം നിർലജ്ജം ഇരിക്കുന്നുണ്ട്. നിർലജ്ജം. എൻ്റെ മനസ്സിൽ അപ്പം ഇങ്ങനെ കുത്തിയ വാക്കെന്നറിയോ, പടച്ചോനെ എന്താണ് ഓള് വന്നിട്ട് സ്റ്റേജിലേക്ക് കയറി വരാത്തത്? കാരണം ഓള് വരണ്ടേ, അവളല്ല വരേണ്ടത്. വന്നിട്ട് പറയണ്ടേ ഇന്റെ വാപ്പാനിന്റെ ചേട്ടന്മാരിന്റെ കുടുംബക്കാരും ദേഹത്ത് കൈവച്ച് എൻ്റെ കൂടെ ഞാൻ പോരേ പോടാവിടുന്ന് ഓള് പറയണ്ടേ. ഇന്റെ നാട്ടിൽ വന്ന് ഇന്റെ കുടുംബക്കാരെ ആളുകളെക്കടിയിൽ വെച്ചിട്ട് കൈകാര്യ കർത്തൃത്വം ദേഹത്ത് തൊട്ട് എൻ്റെ വീട്ടിക്ക് ഞാൻ വരികയെ പോടാവിടുന്ന് പറയണ്ടേ? പറയൂല. എന്തേമാരെ പറയത്തെങ്കിൽ അറിയോ, ഓനോളും ബാംഗ്ലൂരിൽ നിന്ന് അവിടെ നിന്ന് ഒന്നിച്ച് ജീവിച്ചതാണ്. ലാസ്റ്റ് ഉമ്മാനെ പിടിച്ചാണ്ട് ഞാൻ കുരുടാൻ തിന്നും, അല്ലെങ്കിൽ ഞാൻ ട്രെയിന് തലവെക്കും, മൂച്ചു കൊമ്മുമ്പോൾ തൂങ്ങുന്നു പറഞ്ഞാണ്ട് ഞെട്ടിച്ചാണ്ട് ദുനിയാവിൽ വാപ്പാനെ കൊണ്ട് ഉമ്മാനെ കൊണ്ട് നടത്തുന്ന കല്യാണമാണ്. ഒറ്റ കാര്യമുള്ളൂ, ബാപ്പ മാനം കെട്ടാലും ഉമ്മ മരിച്ചാലും ആങ്ങളമാർ അപമാനിക്കപ്പെട്ടാലും മഹൽ നിന്ന് പുറത്താക്കപ്പെട്ടാലും എൻ്റെ തോന്നിവാസം നടന്നാ മതി. നിങ്ങൾ ആ കുട്ടിക്ക് എത്ര സൗന്ദര്യമുണ്ടെങ്കിലും നാട്ടിൽ അറിയപ്പെടുന്ന റാങ്ക് ഉണ്ടെങ്കിലും ആ ബാപ്പാക്കും ഉമ്മാക്കും ഒരിഞ്ച് സമാധാനം ആ കുട്ടിനെ കൊണ്ട് കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ടാ? ദീനില്ല. ഉമ്മാരെ നമ്മൾ പിഴച്ചു പോകരുത്. ഞാൻ ബഹുമാനിയായ ഷമീമ ടീച്ചർ നിൽക്കുന്ന സാഹസം പറഞ്ഞു, MGM-ലെ സഹോദരിമാരെ നമ്മൾ പിഴച്ചു പോകരുത്. എന്താ പിഴച്ചു പോകരുത് അറിയാൻ എന്തറിയോ? നാട്ടിലത്തെ പലരും നമ്മളോട് പറയും വിദ്യാഭ്യാസം കൊണ്ട് സമാധാനം കിട്ടും. ദീനുണ്ടെങ്കിൽ കിട്ടും. സൗന്ദര്യം കൊണ്ട് സമാധാനം കിട്ടും. ദീനുള്ളവർക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സമാധാനം കിട്ടും. ദീനാണ് ബേസ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു, ഈ ദീനിനെ ഒരാൾ പിൻപറ്റിയാൽ, എന്റെ കുട്ടിക്ക് ദീന് കിട്ടിയാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവനും അവന്റെ കുടുംബവും ദീനുള്ള ഒരാളുടെ വിഷയത്തിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരികയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ടി വരികയില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വെക്കേഷൻ സമയത്ത് നമ്മളെ കുട്ടികളെ ദീനായിട്ട് ബന്ധിപ്പിക്കണം. പള്ളിക്ക് കൊണ്ടുപോകണം, ബാപ്പാരോട് പറയാൻ, ജമാഅത്തിന് കൊണ്ടുപോകണം, ഉമ്മാരെ ജുമാക്ക് കൊണ്ടുപോകണം, ക്ലാസ്സിന് കൊണ്ടുപോകണം. ഓർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമ്മാനം കൊടുത്തിട്ടെങ്കിലും നമ്മൾ കൊണ്ടുപോകണം. ആ കൊണ്ടുപോകലാണ് ദീൻ അവർക്ക് കൊടുക്കുന്നതിന്റെ ഭാഗം. ഞാനിങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയട്ടെ ഒരു കാര്യം. ഇത്രയും സഹോദരിമാരുണ്ടായതുകൊണ്ട്, സഹോദരിമാര്, നമ്മളും നമ്മുടെ ബാപ്പാരും ഉമ്മാരും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒരു സംശയമില്ല. ഞാനും എൻ്റെ വാപ്പയും തമ്മിൽ എത്ര അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താ അറിയോ, ഞാനും എൻ്റെ അനിയനും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസം ഞാൻ എൻ്റെ രണ്ടാമത്തെ അനിയൻ തമ്മിൽ. ഞങ്ങൾ തമ്മിൽ എത്ര അങ്ങനെ അഭിപ്രായ വ്യത്യാസം. പിന്നെ അപ്പം 25-26 ഗ്യാപ്പുള്ള വാപ്പിയും ഉറപ്പാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ മക്കൾ നമ്മളുണ്ടാവും. പക്ഷെ ആ മക്കൾക്ക് വാപ്പ അമ്മ എന്നുള്ള ആദരവ് ഉണ്ടാകണമെങ്കിൽ ദീനുണ്ടാവണം. ഞാനൊരു മഹല് ഒരു ചങ്ങായി വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി നിങ്ങളൊന്ന് അടിയന്തരമായിട്ട് വരണം. അപ്പൊ എന്തേന്ന് ചോദിച്ചു. ഞാൻ ബാപ്പാന്റെ ഒപ്പം നിൽക്കൂല. അപ്പൊ എന്തിനാ വാപ്പാന്റെ ഒപ്പം നിൽക്കാത്തത്? അതാ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് മദ്യം പറയാൻ വേണ്ടി വരണം. ഞാൻ ഏതായാലും ചെന്ന് നോക്കുമ്പം ഈ റബ്ബർ എസ്റ്റേറ്റിന് നടുക്കാണോ എൻ്റെ വീട്. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അതിന് വന്നിട്ട് പറഞ്ഞു, മഗ്രിബാണ് സമയമായ വാപ്പാക്ക് ജനലും വാതിലൊക്കെ തുറന്നിടണം. കാറ്റും വെളിച്ചം പറ്റേ ചൂടും പോകെയാണ് എൻ്റെ വാപ്പതൊക്കെ പാടെ തുറന്നിടും. ഞാൻ ചോദിച്ചു എന്താടാ ഇന്നെന്താ പ്രശ്നം? അതിന് പറഞ്ഞു പ്രശ്നം ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഓൻ നേരെ അടുക്കളയിൽ പോയിട്ട് ഓൻ്റെ ചെറിയ കുട്ടിനെ അങ്ങനെ കൊണ്ടുവന്നു. പാമ്പേഴ്സ് വരെ ഊരിയിട്ട് നഗ്നമേനി നമ്മൾ ഈ കോഴിഞ്ഞൊക്കെ തോലൊഴിച്ചിട്ടുണ്ടാവില്ല, എങ്ങനെ കൊണ്ടുവരെ പിടിച്ചാണ്ട് അതേപോലെ ഉണ്ടോ 2 കൈയും വെറും പൂർണ്ണ പരലോകത്ത് നിൽക്കണ മാതിരി അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, ഒന്നുമില്ലാതെ. ആ കുട്ടിൻ്റെ ദേഹത്ത് മുഴുവണ്ട് ചോരക്കുരു പോലെ കൊതുകുത്തിയതാണ്. അപ്പം എനിക്കെന്നെ കണ്ടിട്ട് അടങ്ങാറായി. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ ചോദിച്ചു. അതാ മോലെ ഞാൻ പറഞ്ഞു, മഗ്രിബിന് ഇത് ജനലും വാതിലും തുറന്നിട്ട് കൊതുകും മൂട്ടയൊക്കെ പാടത് കയറി കുട്ടിൻ്റെ ദേഹത്ത് ഇതാ കുത്തി. അപ്പം എനിക്കെന്നെ കണ്ടിട്ട് അടങ്ങാറായപ്പോൾ ഞാൻ ബാപ്പാണ്ട് വെച്ചു, ആ വല്യാപ്പാണ്ടേ അല്ലപ്പ ഈ കുട്ടിക്ക് ഇങ്ങനെ കൊതുവൊക്കെ പാടെ കുത്തി. അതിൽ ഈ കുട്ടിൻ്റെ വാപ്പനോട് പറയണേ, നിങ്ങളിൻ്റെ അപ്പാനോടല്ലേ പറയണേ? അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം എന്താ വാപ്പനോട് പറഞ്ഞത്.
ബാപ്പാണ്ട് ഞാൻ പറഞ്ഞു, ബാപ്പ നമ്മളെ ജനലും വാതിലും തുറന്നിടുമ്പം കൊതുകൊന്നായിട്ട് വന്ന് കുട്ടിൻ്റെ ദേഹത്താകെ ചോരക്കുരുണ്ടാണ്ട് ബാപ്പഞ്ഞോട് പറഞ്ഞത് എന്താ അറിയോ? അങ്ങനെ കുറേ കൊതുക് കുത്തി കുത്തി തൊലിക്കൊരു ഉറപ്പ് വരാണ്ട് അപ്പോഴാ മനുഷ്യൻ ഊക്കുണ്ടാകുക എന്നുള്ളടത്ത വാപ്പക്കണ്. ഞങ്ങൾ ഉറപ്പല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ബാപ്പാൻ്റെ താനം തരാം. അങ്ങനെ കുത്തി കുത്തി ഈ ചുമപ്പൊക്കെ പാടം ചെയ്യണം, ഇങ്ങനെ ആയിട്ട് കറുപ്പായി, അപ്പം ഇങ്ങനെ കട്ടിയായി, അപ്പോഴാണ് ഊക്കുള്ളത്. എങ്ങോട്ടാണ് തുടങ്ങുന്നത്? ഞങ്ങൾ പണ്ട് 12 കിലോമീറ്റർ നടന്നിട്ട ഞാൻ എൻ്റെ അമ്മയുടെ ആദ്യം പറയുന്നത് അറിയോ? ഉമ്മ പഠിക്കണൊരു കാര്യം പറയുമ്പോൾ ഞാൻ അമ്മയോട് അറിയുമ്മ പണ്ട് വാട്ടപ്പൂള തിന്നതും നടന്നു പോയതും വെളിച്ചല്ലാത്തടത്ത് പഠിച്ചാൽ സക്കാത്ത് കൊടുക്കാൻ മാത്രം നിങ്ങൾ പറഞ്ഞിരിക്കണം. ഒരു കൊല്ലത്തിൽ നിസാബിൻ്റെ മോൾക്ക് പറഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഞാൻ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറയും. ആ അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും ഉണ്ടാവും. എൻ്റെ വീട്ടിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുക എനിക്ക് പേടിയാണ്. കാരണം ബിരിയാണി ഉണ്ടാക്കിയ ബിരിയാണിക്കാണ് ഒന്നാം സ്ഥാനം, ഞമ്മക്കൊന്നും പിന്നെ സ്ഥാനം തന്നെ അല്ല. എന്ത് ബിരിയാണി ചൂടാറാൻ പറ്റൂല, അതുകൊണ്ട് ഫാൻ ഇടാൻ പറ്റൂല. ഇങ്ങോട്ടോ പെരുംചൂടൈകാരം, ചൂടത്താണെങ്കിൽ ഫാൻ ഇടാൻ പറ്റില്ല. ഈ ചൂടത്ത് മനുഷ്യൻ പെയർത്തിട്ട് ആദ്യം ഷർട്ടൂരിട്ടൊന്നും കാര്യമില്ല, ഷർട്ടൂരി തുണിയൂരി ഡോയർമ എങ്ങനെ ബിരിയാണി തിന്നണം, എന്നാലും ഫാൻ ഇടാൻ പറ്റില്ല. എന്തേ ഫാൻ ഇട്ടാൽ തണുക്കും. ഞാൻ പറഞ്ഞു വാപ്പ ബിരിയാണി ടൂറൊന്നും പോകണില്ല, അവിടെ തന്നെ അല്ലേ, ഇടക്കിടക്ക് ചൂടാക്കാനാ കിട്ടുമല്ലോ. പക്ഷേ അവരെ ഇഷ്ടതാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? നമ്മളെ വാപ്പാനും മാനാണ്. എന്തുകൊണ്ടാണ്? അവരങ്ങനെ നമ്മളെ വളർത്തിയതുകൊണ്ട് നമ്മളിങ്ങനെ ദീനിയായത്. ആ ഇഷ്ടം എവിടുന്നാ കിട്ടിയത്? മിനൽ കബായിരി, വൻപാപത്തിൽപ്പെട്ടതാണ്. മൻ സബ്ബ വാലിദൈ, വാപ്പാനോടും ഉമ്മാനോടും എതിർത്ത് വർത്താനം പറയ പോയിട്ട് അവരുടെ മനസ്സിന് സംഘടനാക്കുന്ന വാചകം പറയാന്നുള്ളത് അള്ളാഹു നിരോധിച്ചതാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വനിഷ്കുർലി വലിവാലിദൈ, അള്ളാഹ്ക്ക് ചെയ്യേണ്ട നിസ്കാരവും നോമ്പും ഇബാദത്തും ഹജ്ജും ഉംറയും പടച്ചോൻ സ്വീകരിക്കണമെങ്കിൽ ബാപ്പാന്റെ ഇമ്മാന്റെ തൃപ്തിയും ആഗ്രഹവും അവരോടുള്ള നന്ദി കൂടി അള്ളാഹ് പരിഗണിക്കുന്നുള്ള ദീനോണ്ടാണ് നമുക്ക് അവരിഷ്ടം. ഈ ദീനാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ടത്. സഹോദരിമാരെ, പെൺകുട്ടികളുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഞാനൊരു മെയിൽ ഷോവനിസ്റ്റാണ് അങ്ങനെ പറയാ മെയിൽ ഷോവനിസ്റ്റാണ്, എന്താ പുരുഷന്റെ വാദം ഒന്നല്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു അധ്യാപകൻ നിലക്കും എൻ്റെ കാഴ്ചപ്പാട് പറയണേ, എനിക്ക് മുജാഹിദ് കുടുംബങ്ങളിലെ ആൺകുട്ടികളിൽ 50% ആൺകുട്ടികളുടെ കാര്യത്തിലേ ബേജാറുള്ളൂ. പക്ഷെ എനിക്ക് പെൺകുട്ടികളുടെ കാര്യത്തിൽ, എനിക്ക് 2 പെൺകുട്ടിയാട്ടോ, പിന്നെ ഞാൻ എന്ത് പറയാം, എനിക്ക് 2 പെൺകുട്ടിയുടെ ആൺകുട്ടിയാണ് അൽഹംദുലില്ലാ. എനിക്ക് പെൺകുട്ടികളുടെ കാര്യത്തിൽ എൻ്റെ പറയണത് മാറ്റം വരാനാ പറയണത്. 90% പെൺകുട്ടികളുടെ വിഷയത്തിൽ എനിക്ക് പേടിയാണ്. ഞാൻ വ്യക്തിപരമായിട്ട് പറയാണ്. അതിന് കാരണം വെച്ചോ, ആൺകുട്ടികൾക്ക് പ്രകൃതിപരമായി പള്ളി ദീന് ക്ലാസുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം ഈ നാട്ടിലുണ്ട്. ഇപ്പൊ നമ്മൾ ആൺകുട്ടീനെ നിക്കാഹ് അസറിന് പള്ളിക്കലാണെങ്കിൽ ഓൻ ഉറപ്പായിട്ട് പള്ളിക്ക് കയറേണ്ടി വരും. വെള്ളിയാഴ്ച ഓൻ വീട്ടിലാണെങ്കിൽ ഓന് പള്ളിക്ക് പോലും നിർബന്ധാവൂലേ? ഉമ്മായും ബാപ്പയും പറഞ്ഞേക്കുമല്ലോ. റമദാൻ മാസം നമ്മൾ ആൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ വാപ്പാറിയില്ലേ, എടാവാടാ പോരറിയില്ലേ, പോരേണ്ടി വരും. പെൺകുട്ടിയോ നിങ്ങളാഴ്ച എൻ്റെ മകൾ ഞാൻ ആലോചിക്കാം, ഇവിടെ പള്ളിക്ക ഈ പള്ളിക്ക മഗ്‌രിബ് നിസ്കാരത്തിന്റെ ടൈമിൽ മഗ്‌രിബ് തുടങ്ങി, എൻ്റെ പെൺകുട്ടി തൊട്ടിപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങി പള്ളിന്റെ മുന്നിൽ കൂടെ ജമാഅത്ത് നടക്കുമ്പം ഒരു പ്രശ്നമല്ലാതെ എൻ്റെ പെൺകുട്ടികൾ, നമ്മളെ നാട്ടിലെ പെൺകുട്ടികൾ നടന്നു പോകുമല്ലോ. ആൺകുട്ടി അങ്ങനെ പോകില്ല, മഗ്‌രിബിന് പോകില്ല. ജുമഅ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എൻ്റെ പെൺകുട്ടി, ഞാൻ അങ്ങനെ പറയാം, എൻ്റെ പെൺകുട്ടി അവിടെ വന്ന് ഇറങ്ങുകയാണെങ്കിൽ ജുമഅ നടന്നുകൊണ്ടിരിക്കെ പള്ളിന്റെ മുന്നിൽ കൂടെ ഫോണും നോക്കി ഒരു നിസ്സങ്കോചമായി നടന്നു പോകുമല്ലോ. കയറണമെന്നോ ജുമഅക്ക് പടച്ചോനെ മുടക്കം വരരുതെന്നോ ഇന്നെ കൊണ്ടാകുന്ന സമയത്ത് ശുദ്ധി ഉണ്ടാകുമ്പോഴാണോ പൂർണ്ണമായിട്ടും ജുമഅക്ക് പോണത്. അത് എപ്പോഴൊക്കെ ഒരു മാസത്തിൽ 2-3 വട്ടമാണല്ലോ ആകെ കിട്ടുക. അത് നഷ്ടപ്പെടുത്തരുതേ എന്ന് പോലും ചിന്തിക്കാത്തയിടത്തേക്ക് എന്തുകൊണ്ടാണ് എത്തുന്നത്? ഞാൻ അത്ഭുതപ്പെടലുണ്ട്. ഇപ്പൊ ഈ റമദാനില്ലേ UK, കാനഡ, നോർത്ത് ഇംഗ്ലണ്ട്, സൗത്ത് ആംപ്ടൺ പല സ്ഥലത്തുനിന്നും ഫിൻലാൻഡിൽ നിന്ന് വരെ ചെക്കന്മാർ വിളിക്കും. ഞാൻ ഉമ്മാട് പാപ്പാട് പറയാൻ വ്യത്യാസം പറയാൻ വിളിച്ചാണ്ട് പറയും, മൗലവി ഞങ്ങൾ കല്യാണം കഴിഞ്ഞു, എൻ്റെ ഭാര്യക്ക് ഇത്ര പവൻ കിട്ടിയിരിക്കണ്, എത്രയാ സക്കാത്ത് കൊടുക്കേണ്ടി? മൗലവി ജോലി സമയം എത്രയാണ്? പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ തറാവിസ്കാർ ഈ സമയത്താണ്, എന്താ നിസ്കരിക്കേണ്ടത്? ഞങ്ങൾക്ക് ഇവിടെ 18 മണിക്കൂറുണ്ട്, അപ്പം എന്താ കാട്ടേണ്ടത്? ഓരോ സംശയം ചോദിച്ചു വിളിക്കട്ടോ. ഞാൻ അത്ഭുതപ്പെടൽ എന്താ അറിയോ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ വളരെ അപൂർവമല്ലാതെ ഒരു പെൺകുട്ടി വിളിച്ചാണ്ട് എനിക്ക് കല്യാണത്തിന് സമയത്ത് 27 പവൻ കിട്ടിയിരിക്കണ്, അതിൻ്റെ സക്കാത്ത് എത്രയാന്ന് ചോദിച്ചിട്ടില്ല. UK-ലും കാനഡയിലും ഇവിടെ പെണ്ണുങ്ങൾ പോയിട്ട് ഓല വിസയിൽ ആണുങ്ങൾ ഇവിടെ പോയാല്
ഏറ്റവും കൂടുതൽ പെൺകുട്ടികളല്ലേ, ഓർക്ക് ചോദിക്കണല്ലോ. വേണ്ട, നാട്ടിൽ നിന്ന് മൗലവി ഞങ്ങൾ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സാണ്, ഞങ്ങൾ കേക്ക് ഉണ്ടാക്കി വിറ്റാണ്ട് വരുമാനം, അതാണ് ട്രെൻഡ്. ആ കേക്ക് വരുമാനം ഒരു വർഷം ഇത്ര ഉണ്ട്, അതിന് എത്ര സക്കാത്ത് ഇല്ല. കുപ്പിമ ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ ആർട്ട് വർക്കൊക്കെ നടത്തിയിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ എത്ര സക്കാത്ത് ഉണ്ടോ ഇല്ല, ചർച്ചല്ല. ആകെ ഞാൻ കുറ്റമായിട്ട് പറയില്ല, പെൺകുട്ടികളുടെ ലോകത്താകെ ഒരു ചർച്ച ഉള്ളൂ. എന്താ അറിയോ? പുരി കമ്പിളൊക്കെ ചെയ്യാൻ പറ്റുമോ, മുടിക്ക് കളറെടുക്കാൻ പറ്റുമോ, കാലുമ ചരടെട്ടാൻ പറ്റുമോ, മൂക്കുത്തി കുത്താൻ പറ്റുമോ, ക്യൂടെക്സ് ഇടാൻ പറ്റുമോ, ക്യൂടെക്സ് ഇട്ട് ഒന്നുണ്ടാക്കാൻ പറ്റുമോ, ചുണ്ട് ചൊമ്പിക്കാൻ പറ്റുമോ. നിങ്ങളല്ലാത്തൊരു ചർച്ച നിങ്ങൾ പെൺകുട്ടികളിൽ നിന്ന് ചോദിച്ചോണ്ടി. എൻ്റെ കല്യാണത്തിൻ്റെ ആദ്യത്തെ ദിവസം എന്തെങ്കിലും പ്രാർത്ഥനയുണ്ടോ ഉസ്താദേ? നിങ്ങൾ ചോദിച്ചോക്കിൻ, ഏതെങ്കിലും പെൺകുട്ടികളുടെ ജീവിതത്തിൽ ചോദിച്ചിക്കണോ? ഞാൻ വിവാഹം കഴിച്ചു, പ്രവാചകന്റെ അടുക്കിലേക്ക് ഒരു പെൺകുട്ടി വന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ എൻ്റെ കല്യാണം ഉറപ്പിച്ചു, ഞാൻ ഇക്കാക്കാന്റെ വീട്ടിൽ പോവുകയാണ്, എന്തെങ്കിലും സ്വർഗം കിട്ടാനും എൻ്റെ ദാമ്പത്യത്തിൽ സന്തോഷം ഉണ്ടാകാനും എന്തെങ്കിലും പ്രവാചകരെ ഉപദേശിച്ചെന്നാലും പ്രവാചകൻ പറഞ്ഞു, ഹാദാ ജന്നത്തുക്കി വനാറുക്കി, മോളെ ഇക്കാക്ക നിന്റെ സ്വർഗാണ്, ഇക്കാക്ക നിന്റെ നരകാണ്. ഇക്കാക്കാനെ തൃപ്തിക്കും പടച്ചോനെ തൃപ്തിക്കും അനുസരിച്ച് ജീവിച്ചു, അള്ളാഹ് സന്തോഷം തരും. ഏതെങ്കിലും, ഞാൻ ആക്ഷേപിക്കലട്ടോ, ഇതില്ല എന്നല്ല പറഞ്ഞ്, ഒരു പെൺകുട്ടി നന്നായാൽ 15 ആൺകുട്ടികൾ നന്നാണേക്കാൾ ടോപ്പ് വികാരം. പക്ഷെ എണ്ണം കുറവാണ്. നിക്കാഹ് വരെ ഞാൻ ഇങ്ങനെയായിട്ട് നിർത്തുന്നത്, നിക്കാഹ് വധുവിൻ്റെയും വരൻ്റെ അല്ല നിക്കാഹ്, അങ്ങനല്ലേ? വധുവിൻ്റെയും വരൻ്റെ അല്ല നിക്കാഹ്. ഇവിടെ ഇരിക്കണ ഓരോ മടയിക്കാണ്. അവനാൻ്റെ വീട്ടിൽ നടക്കണ കല്യാണത്തിന് ആൺകുട്ടി നിക്കാഹ് നടക്കുമ്പം വരൻ എവിടെ ഇരിക്കുക? ഇവിടെ ഇതിപ്പോ ഞാൻ നിക്കാഹ് ഖുത്ബ നടത്തണമെങ്കിൽ വരൻ എവിടെ ഇരിക്കുക? ഇവിടെ അല്ലേ? ഇവിടെ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അഥവാ ഓൻ്റെ നിക്കാഹ് ഖുത്ബ കേൾക്കൽ നിർബന്ധമാണ്. ആണിനോൻ്റെ നിക്കാഹ് ഖുത്ബ കേൾക്കൽ നിർബന്ധമാണ്. അഞ്ഞ് അലിസാക്കർ മുണ്ടേരിയോ അൻസാറാക്കി അങ്ങനെ ആരെങ്കിലും ഒന്നും കൂടി ഊക്കളുടെ നിക്കാഹ് ഖത്തീബും കൂടി ആണെങ്കിൽ ഖുത്ബന്റെ ഇടയ്ക്ക് വരൻ ഷംസീർ അറിയുന്നതിനെ അറിയുമ്പം അപ്പോഴെങ്കിലും ഞെട്ടിട്ടോ നോക്കേണ്ടി വരും, കാരണം അവൻ്റെ പേര് വിളിച്ചു. അടുത്ത ചോദ്യം, ഇവൻ കെട്ടാൻ പോണ പെൺകുട്ടി എവിടെ ഇരിക്കണ്? നിങ്ങളൊന്ന് പറഞ്ഞാണ്. വരൻ ഇവിടെയാണ്, വധുവോ ചിലപ്പോൾ ഇവിടെ, ചിലപ്പോൾ അവിടെ, ചിലപ്പം ബാൽക്കണിയിൽ. ഇപ്പം പിന്നെ ബിൽക്കീസ് രാജിക്ക് കൊട്ടാരം ഉണ്ടാക്കി വെച്ച മതി, മറ്റേ സാധനത്തിനുള്ളിൽ ഓളിങ്ങനെ ഇരിക്കുക, 4 കൂട്ടാരത്തിൽ വീശി കൊടുക്കുക. ഓൾ അതിനുള്ളിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് എപ്പോഴാണ് നൊലോളിച്ചേണ്ടത്? കാരണം നൊലോളിക്കാൻ ട്രെൻഡ്, BGM ഇട്ട് നൊലോളിക്കണം. അപ്പോഴേക്ക് ആങ്ങളെ മേത്ത് കൂടെ വെള്ളം പാരുന്നു വരും. കാരണം അധ്വാനിച്ചാൽ പോരാ, ക്യാമറയിൽ പെങ്ങക്ക് വേണ്ടി അധ്വാനിച്ച് വിയർത്ത് വന്ന ആങ്ങള, അതിനാ ട്രെൻഡ്. നാട്ടിലത്തെ 10 ആൾ അടിച്ചാലും അവനാൻ്റെ അമ്മ മരിച്ചാൽ പോലും കരയാത്ത പെണ്ണുങ്ങൾ ഇടക്കിടക്ക് പൊട്ടിച്ചിന വാപ്പാണ് മകൾ ഇറങ്ങുമ്പോൾ കണ്ണുനീരുണ്ടാക്കണ്. കാരണം കണ്ണുനീരാക്കിയില്ലെങ്കിൽ സ്നേഹമല്ല വാപ്പി ആകൂല. ഏത് 68 വയസ്സുള്ള വാപ്പേ നാട്ടിലത്തെ സകല മനുഷ്യന്മാർ പൊട്ടിച്ചിന മൂപ്പരാണ് കുട്ടി ഇറങ്ങുമ്പോൾ നൊലോളി ഉണ്ടാക്കുക. ഇതൊക്കെ ആലോചിക്കാൻ ഞാൻ ചോദിക്കണേ, സ്വന്തം നിക്കാഹ് ഖുത്ബ പോലും ഒരു പെൺകുട്ടി കേൾക്കാത്ത വിധം എന്തേ അവരും ദീനുമായിട്ട് ബന്ധം ഇങ്ങനെ അകന്ന് തിരിച്ചുകൊണ്ടിരണം. തൗഹീദ് നേരത്തെ ഞാൻ പറഞ്ഞത്, ടീച്ചർ പറഞ്ഞ പോലെ കേരളത്തിൽ സകല മഹല്ലുകളിലും വിപ്ലവം ഉണ്ടാക്കിയത് പുരുഷന്മാരല്ല, സഹോദരിമാരാണ്. അവിടെ ജുമഅ തുടങ്ങണമെന്ന് പറഞ്ഞ പെൺകുട്ടികളാണ്, സഹോദരിമാരാണ്. ആ നാട്ടിൽ ഖുർആൻ പഠനം തുടങ്ങിയ സഹോദരിമാരാണ്. അവിടെയുള്ള പുരുഷന്മാർക്കും നേതാക്കന്മാർക്കും ബലം നൽകിയത് ഉമ്മമാരും പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾ ഉമ്മമാരുമായിട്ട് നമ്മൾ മാറണം സഹോദരിമാരെ. ലാസ്റ്റ് നമ്മുടെ മക്കൾ നമ്മളുടേതാകാൻ, അവർ പഴച്ചു പോകാതെക്കാൻ, 1 ദീനാണ്, 2 എന്താ അറിയോ? ഒരു അല്പസമയം, ഒരു ദിവസം അല്പസമയം അവരോടൊപ്പം ഇരിക്കാനും വർത്താനം പറയാനും ബോധപൂർവം സമയം ഉണ്ടാക്കണം. ഭയങ്കരമായൊരു കാലാണ്. ഞാൻ എന്തിനാത് പറഞ്ഞു വെച്ചാൽ, ഉമ്മാരെ ഇന്നോട് വന്നിട്ട് എൻ്റെ അമ്മ പറയണം, ഷാഹിദേ അൻ്റെപ്പ സുബഹിക്ക് പോയി, ഞാൻ ഈ പറയുന്ന ഉമ്മാരി ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, സുബഹിക്ക് പോയി രാത്രി 12 മണി വരെ എൻ്റെ ഒപ്പ അധ്വാനിക്കാൻ പോണത്, നിന്നെ പോലും കാണാൻ കഴിയാത്ത വിധം അധ്വാനിക്കണ്, നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിരുന്നു. ഉമ്മാരെ എനിക്ക് മനസ്സിലായിരുന്നു. എനിക്ക് കാരണം എന്താ അറിയോ? എൻ്റെ ചങ്ങായിമാരുടെ പലരുടെയും ബാപ്പ അങ്ങനെയായിരുന്നു. സുബൈൻ്റെ മുന്നേ പോയി രാത്രി വരെയായിരുന്നു, കൂലിപ്പണി എടുത്താണ്ട് അധ്വാനിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളെ കുട്ടികളോട് എൻ്റെ അപ്പ രാവിലെ പോയി നട്ടപ്പാതിരക്ക് തിരിച്ചു തരുന്നത് കുടുംബം നോക്കാനാണ് കേട്ടോ, അത് ഉൾക്കൊള്ളണം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ ഉൾക്കൊള്ളൂല. ഉമ്മാരെ ഉൾക്കൊള്ളൂല. എന്തുകൊണ്ട് ഉൾക്കൊള്ളാത്ത എനിക്കറിയോ? അവൻ്റെ കൂടെയുള്ള ആയിരക്കണക്കിന് കൂട്ടുകാരുടെ ഉപ്പമാർ വീട്ടിൽ ലാപ്ടോപ്പും വെച്ച് വർക്ക് അറ്റ് ഹോമായി
വീട്ടിൽ നിന്ന് മക്കളോടൊപ്പം കുടുംബത്തിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആധുനിക കാലത്താണ് മക്കളൊപ്പം ഒരു അരമണിക്കൂർ ഇരിക്കാൻ കഴിയാത്ത വിധം ബിസി ആയിട്ട് നമ്മൾ ജീവിക്കണേ. കഴിയില്ല, കുട്ടികളെ കിട്ടൂല. ബാക്കി പൈസ ഉണ്ടാവും കേട്ടോ, പൈസ ഉണ്ടാവും, പെര വലുതാകും, വണ്ടി വാങ്ങും, കല്യാണത്തിന് പുതിയ ഉടുപ്പിട്ട് പോകാം, മക്കളെ കിട്ടൂല. എന്തുകൊണ്ടറിയോ? മക്കൾക്ക് രക്ഷിതാക്കൾ ശരിക്കും കേൾക്കണം. സ്കൂളിലെ ആർട്ട് മാഷ് ഒരു ചിത്രരചനാ മത്സരം നടത്തി. ആർട്ട് മാഷ് മൈ ഫാമിലി എന്നതിന് വിഷയം കൊടുത്തു. മൈ ഫാമിലി 10-30 ജില്ലാ കുട്ടികളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായ 5 കുട്ടികളുടെ ഫോട്ടോ നമ്മുടെ ചാർട്ടിലുള്ള വര ചിത്രരചന തെരഞ്ഞെടുത്തു. അത് 5ഉം ആർട്ട് മാഷ് പ്രിൻസിപ്പാളെ കൈ കൊണ്ടേ കൊടുത്തു. HM അങ്ങനെ നോക്കി. എന്നിട്ട് 3ാം സ്ഥാനം കിട്ടിയ കുട്ടിയോട് അവൻ്റെ രക്ഷിതാവിനോടും ഉമ്മാണ്ട് ബാപ്പാണ്ട് മാത്രം വരാൻ പറഞ്ഞു. 3ാം സ്ഥാനം കിട്ടിയ കുട്ടിൻ്റെ ബാക്കി ആദ്യത്തെ 1, 2, 4, 5 വിളിച്ചില്ല. രക്ഷിതാവിനോട് വരാൻ പറഞ്ഞു. ആ ക്യാൻവാസ് കാട്ടി കൊടുത്തു. മൈ ഫാമിലി എന്നുള്ള വിഷയത്തിൽ നിങ്ങളെ കുട്ടി വരച്ചതാണ്. 30 കുട്ടികളുടെ 3ാം സ്ഥാനം നിങ്ങളെ കുട്ടിക്കാണ്. ഉമ്മ നോക്കി ഭയങ്കര സന്തോഷമായി, ബാപ്പ നോക്കി ഭയങ്കര സന്തോഷത്തിന് അവസാനം ബാപ്പ അങ്ങനെ മുഖം അങ്ങനെ മങ്ങി. അതിൽ HM ചോദിച്ചു, ഞാൻ എന്തിനാ വിളിപ്പിച്ചത്, എനിക്ക് മനസ്സിലായോ? ഉമ്മ പറഞ്ഞു മനസ്സിലായില്ല. ബാപ്പാനോട് വെച്ച് മനസ്സിലായിച്ചു. ബാപ്പ ഒന്നും മിണ്ടിയില്ല. HM ഉമ്മാക്ക് തന്നെ കാട്ടിക്കൊടുത്തു. അവൻ വരച്ച മൈ ഫാമിലി എന്ന് അവൻ വരച്ച ആ ചാർട്ടിൽ കുടുംബത്തിൽ ഓരോരുത്തർ എന്ത് ചെയ്യുന്നു എന്നാണ് വരയ്ക്കാൻ പറഞ്ഞത്. ഉമ്മ അടുക്കളയിൽ ഇങ്ങനെ തീ മൂട്ടുന്ന രൂപത്തിലും വരച്ചിക്കണ്. പെൺകുട്ടിൻ്റെ കണ്ണാടിന്റെ മുന്നിൽ നിൽക്കണേ, ഏട്ടത്തിയെ കണ്ണാടിന്റെ മുന്നിൽ നിൽക്കണ ഫോട്ടോ വരച്ചിക്കണ്. 5 ക്രിക്കറ്റ് ബാറ്റ് മുടിച്ചിക്കണ്. അയൽക്കാരൊക്കെ ഉണ്ട്. ചിത്രത്തിൽ വാപ്പല്ല, അവൻ വരച്ച ചാർട്ടിൽ ബാപ്പല്ല. HM ചോദിച്ചു, ഓനെ വിളിച്ചണ്ട്, ഇന്നേ ബാപ്പാന്റെ ഫോട്ടോ അല്ലല്ലോ, വാപ്പല്ലേ? വാപ്പുണ്ട്, പിന്നെന്തേ? അധികം കാണലില്ല, ബാപ്പ എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പറയണേ, ഉമ്മാരെ ഇങ്ങളും ഞാനും നമ്മളെ കുട്ടികളെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. ഓർക്ക് വേണ്ടിയിട്ടാ ജീവിക്കണം തന്നെ. പക്ഷെ നമ്മളെ കുട്ടികളെ കൂടെ ഈ തിരക്കിനിടയിൽ ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് ഓലെ കാര്യം ചോദിക്കാനും പറയാനും ഇഷ്ടത്തിലൊന്ന് വർത്താനം പറയാനും നേരല്ലെങ്കിൽ കിട്ടൂല. എനിക്ക് ഉമ്മാരെ കാര്യത്തിൽ സങ്കടം വരും. ഒരു കുട്ടി സ്കൂളിൽ ഇറങ്ങുമ്പല്ലേ 6 മണി മുതൽ 9 വരെയാണെന്ന് ഇരിക്കോ. 6 മണി മുതൽ 9:15 വരെ ആ കുട്ടിൻ്റെ ഫുള്ള് കാര്യം ഉമ്മ ചെയ്യൂട്ടോ. ചെയ്ത് ഇനി അവസാനം ആ കുട്ടി ഇറങ്ങി സ്കൂൾക്ക് പോവുകയാണ്. ആ സമയത്താണ് ആ കുട്ടി ഏറ്റവും സന്തോഷത്തിൽ പോകണ്ടേ. ആ സമയത്ത് അതുവരെ എടുത്ത മുഴുവൻ സന്തോഷം കളിയുന്ന വർത്താനം പറഞ്ഞിട്ടാ വിടുക. ഞാൻ പറഞ്ഞു 6 മണിക്കാ കുട്ടി ഇസ്തിരിപ്പെട്ടിട്ട് ഇതാക്കി ഭക്ഷണമാക്കി ഇതാക്കി ഒക്കെ ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ കുട്ടീനെ അവസാനം ഒരു ഉമ്മച്ചിമ്മാൻ്റെ കുട്ടി പോയി വരിട്ടോ എന്ന് പറഞ്ഞാൽ മതി. ആ കുട്ടിക്ക് സ്കൂൾക്ക് പോകാൻ ഒരു സന്തോഷമാണ്. ആ ടൈമിൽ ഇറങ്ങാൻ നേരത്ത് നമ്മൾ അടുക്കളയിൽ കയറാനും ഉമ്മച്ചിയെ ഞാൻ പോകുകയാണ് അടുക്കളയിൽ നിന്ന്. ഇതുവരെ പോയിട്ടില്ലേ, പടച്ച റബ്ബേ ഇന്നെക്കൊണ്ട്. ആ കുട്ടി സ്കൂൾക്ക് എങ്ങനെ പോണ്? ഉമ്മാൻ്റെ ഒക്കെ നീ ചീത്തോണ്ടാണ്ട്. 6 മണി മുതൽ 9:15 വരെ ഇഷ്ടപ്പെടുക. ഇറങ്ങാൻ നേരത്തെ ഇഷ്ടത്തോടു കൂടി ഇറങ്ങുന്ന സമയത്ത് ഒച്ച ഉണ്ടാക്കി വിടുക. മാറണം. ഞാൻ പറഞ്ഞ രക്ഷിതാക്കളെ മാറണം, സമയം ഉണ്ടാകണം. എൻ്റെ പെൺകുട്ടി വന്നിട്ട് എന്നോട് പറയണം, ബാപ്പാ രാത്രി 11 മണിക്ക് ഈ ഫോണിക്ക് ഒരു നമ്പറിന് 4-5 വട്ടമായിട്ട് ഫോൺ വരുന്നുണ്ട് ബാപ്പാ, ഇതാരാണ് എന്ന് എൻ്റെ കുട്ടി പറയണമെങ്കിൽ എന്നോടത് പറയാനുള്ളൊരു ഇഷ്ടവും സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഉമ്മച്ചിയെ ഇന്നോട് എടുത്ത ഷോപ്പത്തെ ഒരു കാക്ക ചെറിയൊരു ബോക്സ് എന്നിട്ട് ഈ ബോക്സ് അപ്പുറത്തെ കടിയിൽ കൊണ്ടുപോയി കൊടുത്താൽ എനിക്ക് 500 റുപ്യ തരാമെന്ന് പറഞ്ഞു. ഞാൻ ഒരട്ടം കൊണ്ടുപോയി കൊടുക്കണേ, പ്രശ്നമല്ലല്ലോ അമ്മ എന്ന് ചോദിക്കണമെങ്കിൽ മോനെ അത് കൊണ്ടുപോയി കൊടുക്കരുത് കേട്ടോ, മോളെ ആ നമ്പർ ഏതാ നോക്കട്ടെ എന്ന് നമുക്ക് പറയണമെങ്കിൽ അവർക്ക് നമ്മളോട് പറയാൻ ഇഷ്ടവും ആനന്ദവും ഉണ്ടാകണം. ആ ഇഷ്ടവും ആനന്ദവും സമയം കണ്ടെത്തി ഉണ്ടാക്കണം. ഉമ്മാര് ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇരുന്ന് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ സ്കൂളിലെ 1000 രക്ഷിതാക്കളെയും അവരുടെ 1000 കുട്ടികളെയും വെച്ച് നടത്തിയൊരു ടെസ്റ്റിന്റെ റിസൾട്ട് പറയാം. ഉമ്മാരോട് ഇങ്ങനെ നിർത്തി ഇങ്ങോട്ട് വെച്ച് പേപ്പർ കയ്യിൽ കൊടുത്തിട്ടു, നിങ്ങളെ മക്കളെ പറ്റി നിങ്ങൾക്കുള്ള പരാതികളിൽ ആലോചിച്ചിട്ട് ഏറ്റവും വലിയ പരാതിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന 3 പരാതി എഴുതാൻ പറഞ്ഞു. 1000 രക്ഷിതാക്കൾ എഴുതുന്നതിലെ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ എഴുതിയ 2 പരാതി പറഞ്ഞോ. ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ എഴുതിയ 2 പരാതി ഒന്നെന്താ അറിയോ? മക്കൾ ഫുൾ ടൈം ഫോണുമലാണ്. 2 അതിൻ്റെ ഇടക്കോലോട് എന്തെങ്കിലും പറഞ്ഞോലും മൈൻഡ് ചെയ്യൂല. ഇതാണ് 2 പരാതി ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ എഴുതുന്നത്. ഇനി അമ്മയുടെ ഉമ്മാരങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കണോ നിങ്ങളെ പറ്റി നിങ്ങളെ മക്കൾക്കുള്ള പരാതി എന്താണ്?
ഇതേ കുട്ടികളോട് ഞാൻ ചോദിച്ചു, മക്കളെ ഉമ്മാനും പാപ്പാനും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 3 പരാതി എഴുത്തരണം. ഭൂരിപക്ഷം കുട്ടികൾ എഴുതുന്ന 2 പരാതി. എന്താ അറിയോ? ഉമ്മയും പാപ്പയും ഫുൾ ടൈം ഫോണും മേലാണ്. 2 അതിൻ്റെ ഇടക്ക് വർത്താനം പറഞ്ഞ മൈൻഡ് ചെയ്യൂലാന്ന്. ഞമ്മക്ക് എന്താണോ ഓലെ പറ്റി പരാതി, അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അതേ പരാതിയെ നമ്മളെ പറ്റി ഓൽക്കുള്ളു. ഉമ്മാരും പാപ്പാരെ കാണണം. ഞാനിടക്കട്ടെ പാപ്പാര് ഫോണിങ്ങനെ എടുത്താണ്ടേ ഉസ്താമാട് ഈ സാധനം ഇറങ്ങിയതിന് ശേഷം ഇവിടെ ആകെ പേച്ച്, ഈ സാധനം വെക്കൂല. ആയിക്കോട്ടെ, എങ്ങോട്ടോ ഞമ്മക്കെന്താ പരിപാടി? കുട്ടികൾ വെക്കൂല, ഞമ്മക്കെന്താ പരിപാടി? നമുക്ക് 97 ബാച്ച്, 98 ബാച്ച്, കുടുംബശ്രീ ബാച്ച്, ഒരു 8 ഇങ്ങോട്ട്. ഓ റബ്ബേ, നാട്ടിൽ നിന്നൊക്കെ കുട്ടികൾ ഉമ്മ ടൂർ പോകണ്ടേ, എനിക്ക് 97 അടിയിൽ കയറിയിട്ട് എനിക്ക് അല്ലെങ്കിൽ ഇടക്കിടക്ക് ടൂർ. ഇങ്ങോട്ട് ഇവിടുന്ന് 97 ബാച്ചിൽ പുതിയ ചുരിദാറും മാക്സൊക്കെ ഇട്ടാണ്ട് അവിടെ പോയി ടൂർ കൺവീനറായി പുളിച്ചായിട്ട് ഇങ്ങനെ വരും. ഇങ്ങോട്ട് ഇവിടെ നിന്നാണ്ട് ഇങ്ങനെ ആളായി സംഭവമായി. നമുക്ക് മൂന്നാറാണോ കൊടൈക്കനാലാണോ നല്ലത്? ആരുമ്മ ഇവിടുന്ന്. നമ്മൾ ഫുൾ ടൈം ഇരുമ്പോൾ തന്നെ എങ്ങന്മാരെ, നമ്മൾ ഫുൾ ടൈം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുട്ടി എന്നിട്ട് ഉമ്മ നമ്മളിങ്ങനെ ഫോൺ നോക്കുമ്പോൾ ഉമ്മ ഒരു കാര്യം പറയാണ്ട് എന്തമ്മ പറയാ, ഉമ്മ അങ്ങനെ കേൾക്കും, അറിയും. അപ്പൊ കുട്ടി ഉമ്മ ഒരു കാര്യമുണ്ട്, ഇത് പറയങ്ങ അല്ലജ് പറയുമ്പോ എൻ്റെ നമുക്ക് ഇങ്ങനെ നോക്കിക്കാൻ പറ്റുമോ? എനിക്ക് വേറെയും പണിയില്ലേ? മൈൻഡ് ചെയ്യൂല. നമ്മൾ മൈൻഡ് ചെയ്തില്ലേ, ഈ കുട്ടികൾ മൈൻഡ് ചെയ്യൂല. നമ്മൾ ഫുൾ ടൈം ഫോണുമ്മലാണെങ്കിൽ അവരും ഫുൾ ടൈം ഫോണുമ്മലാണ്. ഞാൻ മദ്രസീന്ന് ഒരു കുട്ടി മദ്രസയിൽ പഠിക്കാത്ത കാര്യം പറഞ്ഞിട്ട് ഉമ്മണ്ടേ, ഞാൻ അങ്ങനെ പോകുമ്പോൾ കേൾക്കാട്ടോ, ഞാൻ അങ്ങോട്ട് ഉസ്താദിൻ്റെ അടുത്തേക്ക് വരട്ടേജ് പഠിക്കാത്ത കാര്യം കുറച്ച് പറയാണ്ട്. അതിൽ കുട്ടി വേണ്ടതാണ്, നിങ്ങളൊന്ന് മദ്രസയ്ക്ക് നിങ്ങൾ ഫുൾ ടൈം ഫോൺ മക്കളുടെ കാര്യം ഉസ്താദിനോടൊന്ന് പറയാണ്ട്. ഉമ്മ വരുന്നല്ല. സഹോദരിമാരെ, 2 കാര്യമാണ് പറഞ്ഞു. ഒന്ന്, ദീൻ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. വെക്കേഷൻ ഖുർആനിന്റെ ഓത്തും പാരായണവും പഠിച്ച ദിക്റുകളും ദുആകളും നിസ്കാരത്തിൽ പ്രാർത്ഥന ചൊല്ലിപ്പിക്കുക. ഇത് ചെയ്യാൻ വേണ്ടി പറയട്ടോ, സമ്മാനം കൊടുത്തിട്ടാണ് ചൊല്ലിപ്പിക്കുക. 2, അവിടെ കൂടെ 1/2 മണിക്കൂറെങ്കിലും ദിവസം നല്ലപോലെ സംസാരിക്കാനും കാര്യങ്ങൾ ചോദിക്കാനും, അവർ ഹൃദയം തുറന്ന് സംസാരിക്കുമ്പം പരിഹരിക്കാൻ വേണ്ടി സാവധാനത്തിൽ സംസാരിക്കാനും നേരം കണ്ടെത്തുക. ക്ലാസ് വിട്ടു മുമ്പ് ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് മൊത്തം. ഒരു ഉമ്മ ഒരു ചെറിയ കുട്ടിയെയും ഒക്കത്തെടുത്ത് നടന്നു പോവുകയാണ്. ഒന്നുകൂടി പറയാണ്, ഒരുമ്മ ഒരു ചെറിയ കുട്ടിയെ ഒക്കത്തെടുത്ത് നടന്നു പോവുകയാണ്. പോണ സമയത്ത് മുന്നിലൊരു വലിയ വാതിൽ, ആ വാതിലിനൊരു കാവൽക്കാരനുണ്ട്. ആ കാവൽക്കാരൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഈ വാതിൽ ഇപ്പോൾ തുറക്കും. തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും വജ്രങ്ങളും വെള്ളികളുമായിട്ട് സമ്പത്തിന്റെ കൂമ്പാരാണ്. അത് നിങ്ങൾക്കെടുക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, 2 മിനിറ്റേ സമയമുള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞാൽ വാതിലടയും. അതിൻ്റെ ഉള്ളിൽ ആ സമ്പത്തൊക്കെ എടുത്താണ്ട് പുറത്തേക്ക് എത്തണം. കിട്ടിയ സമ്പത്തായിട്ട് പുറത്തേക്ക് എത്തണം. 2 മിനിറ്റ് കഴിഞ്ഞാൽ വാതിലടഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് മരിക്കേണ്ടി വരും. പിന്നെ തിരിച്ചു വരവില്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഉമ്മ ഉള്ളിൽ കയറി അവിടെയുള്ള സഞ്ചികൾ, പാത്രങ്ങൾ, ഭിക്ഷോപ്പറുകൾ മുഴുവൻ എടുത്തിട്ട് വജ്രങ്ങളും വെള്ളികളും മരതകങ്ങളും പവിഴങ്ങളും സ്വർണങ്ങളും വെള്ളികളും ഉടയാടകളും മുഴുവനും ശേഖരിച്ച് ഓരോ കീസുകളായിട്ട് പുറത്തിങ്ങനെ ഇട്ടു. ഓരോ കവറുകൾ പുറത്തേക്കിട്ടു. 1 മിനിറ്റും 58 സെക്കൻഡും കിട്ടിയ മുഴുവൻ സമ്പത്തുകളും പുറത്തേക്കിട്ട് 1 മിനിറ്റ് 50 സെക്കൻഡ് ഉമ്മ പുറത്തേക്കാണ് ചാടി. 2ാമത്തെ മിനിറ്റിൽ വാതിലടഞ്ഞു. ഉമ്മ കതച്ചിട്ട് ഇങ്ങനെ നോക്കുമുണ്ട്. ആഭരണങ്ങൾ കുന്നുകൂടി പുറത്ത് കിടക്കുകയാണ്. ഉമ്മ പുറത്തേക്ക് ഇട്ടതാണ്. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. തൻ്റെ ചെറിയ കുട്ടിയടക്കം 3 തലമുറക്ക് ജീവിക്കാനുള്ള സമ്പത്ത് ഉണ്ടാക്കിക്കണ്. ഉമ്മ അങ്ങനെ കിതപ്പ് മാറ്റുമ്പോഴാണ് പെട്ടെന്ന് ഉമ്മാക്ക് ഓർമ്മ വന്നത്, പടച്ചോനെ, കുട്ടി വാതിലിന്റെ ഉള്ളിലാണ്, എടുത്തിട്ടില്ല. കുട്ടി ഉള്ളപ്പെട്ടു, എടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ക്ലാസ് ഇങ്ങനെ നിർത്തുന്നത്. ആ ഉമ്മ മുഴുവൻ സമ്പത്തും ഉണ്ടാക്കി 3 തലമുറക്ക് കഴിയാമെന്ന് ആലോചിച്ചത് ആ കുട്ടിയടക്കമുള്ള 3 തലമുറയാണ്. സമ്പത്ത് മുഴുവൻ ഉണ്ടാക്കി സന്തോഷിച്ചപ്പം കുട്ടിയെ കിട്ടിയില്ല. കുട്ടി പോയിക്കണ്. നമ്മളെ ദീന് കൊടുക്കാതെ ബാക്കിയൊക്കെ കൊടുത്തിട്ട് അവരുടെ കല്യാണത്തിന് വേണ്ടി കാത്തിക്കുമ്പം കല്യാണത്തിന്റെ അന്ന് ഓളുണ്ടാവില്ല. അമ്മ ഞാൻ വേറെ ആളപ്പം പോവുക, കുട്ടിനെ കിട്ടൂല. അവർക്ക് വേണ്ടി ഗൾഫ് നാട്ടിൽ പോയിട്ട് ദാമ്പത്യം പോലും താൽക്കാലികമായി സാക്രിഫൈസ് ചെയ്യുന്ന രക്ഷിതാക്കളെ അവരുടെ പഠനത്തിനും ജോലിക്കും വേണ്ടി അവർക്ക് വേണ്ടി വീടുണ്ടാക്കി, വാഹനം ഉണ്ടാക്കി, അവരുടെ പഠനത്തിന് വേണ്ടി കടം വാങ്ങി, അവർക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് അവസാനം അവർ നമുക്ക് കിട്ടാത്തൊരവസ്ഥ എല്ലാം ഉണ്ടായപ്പോൾ ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയത് അവർ നമ്മൾക്കില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. അതിന് ഏക പരിഹാരം ദീനും
അവരോടൊപ്പമുള്ള സംസർഗവുമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു മഹാസമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന്റെ സംഘാടകർക്ക് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു ക്ലാസ്സിന് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ MGMന്റെ ഉമ്മമാർക്കും സ്റ്റുഡൻസ് വിങ്ങിന്റെ പ്രവർത്തകമാർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന്റെ സംഘാടകരായ മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മുടെ ഇരുത്തം കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സുബ്ഹാനക്കല്ലാഹി ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.